ഹലോ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റൊമാൻറ്റിക് മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നവർക്ക് ഇത് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇത് വിട്ടുകളയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റൊമാൻറ്റിക് മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ്. എല്ലാവരുടെയും മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടണമെന്നില്ല. ചിലർക്ക് ശരിയാകും, അതായത് ചിലർക്ക് ഓക്കെ ആകും, മറ്റു ചിലർക്ക് ഓക്കെ ആവില്ല. അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ അത് ഇതിനെ അങ്ങ് വിട്ടുകളഞ്ഞേക്കുക കണ്ടിട്ട്. ഓക്കെ അല്ലാത്തവരാണ് ഇത് കാണേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 2 of Swords ആണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യനായൊരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെയുള്ളൊരു വ്യക്തിയല്ല അയാൾ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ. അങ്ങനെ ഒരു സ്വഭാവമാണ് അയാൾക്കുള്ളത്. സത്യത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ യൂണിവേഴ്സ് നിങ്ങളെ ചതിച്ചു എന്നാണ്. കാരണം നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് ആ വ്യക്തിയെ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ളൊരു വ്യക്തിയെ അല്ലാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം, നിങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് മറ്റൊന്ന് തന്ന് നിങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. സാധാരണ നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാണിച്ചിട്ട് നമുക്ക് വേറൊരെണ്ണം തരുമ്പോൾ അവർ നമ്മളെ പറ്റിച്ചു എന്നല്ലേ നമ്മളെപ്പോഴും പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ഒരിക്കലും അനുയോജ്യനല്ല, കാണുന്നത് പോലെയല്ല. ആ വ്യക്തി വേറെ സ്വഭാവമാണ്, നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല അയാൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു വ്യക്തി ഇങ്ങനെ ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തെറ്റായിട്ട് തന്നു എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് മജീഷ്യൻ. ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആ കാര്യത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പോസിബിളായിട്ട് നിങ്ങളാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ടും പ്ലാൻ ചെയ്തതുപോലെ തന്നെ എന്തുകൊണ്ടാണിത് നടക്കാത്തതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഈ വ്യക്തി എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാത്തതെന്നാണ്. കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും സ്വയം നിർബന്ധിക്കാൻ പാടില്ല. അത് നിങ്ങൾ നിർത്തണം. അതുപോലെ തന്നെ സ്വന്തം മനസ്സിനെ ഒരിക്കലും വഞ്ചിക്കാനും ശ്രമിക്കരുത്. നിങ്ങളിപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെട്ടു. ഞാനൊരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തു, പക്ഷേ എൻ്റെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെട്ടു. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അതായത് എന്താണ് ഇങ്ങനെ എൻ്റെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. എന്നിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവുകളെയെല്ലാം ഹീൽ ചെയ്യണം. അത് നമ്മളുടെ മനസ്സ് ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം നമുക്ക് നമ്മളുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി സ്വയം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഹീൽ ചെയ്യണം. എന്നിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒരിക്കലും ഇതിലിങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട് കിടന്നിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോയേ മതിയാവും. വളരെ കാലമായിട്ട് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ പുറകെ ആയിരുന്നു. നിങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുന്നതിന് ഈ വ്യക്തി ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും നടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനും നിങ്ങൾക്ക് കിട്ടിയ വളരെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. അതായത് തെറ്റുകൾ
സംഭവിക്കുമ്പോൾ, അത് നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതുപോലെ ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാനോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കാനോ നമ്മൾ അനുവദിക്കരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമായിട്ട് കണ്ട് നിങ്ങളിതിനെ വിനിയോഗിക്കണം. ഇനി നിങ്ങൾ പുതിയൊരു മാനിഫെസ്റ്റേഷന് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപാട് ഓപ്ഷനുകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകും. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു പുതിയ മാനിഫെസ്റ്റേഷൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഒരുപാട് ഓപ്ഷൻ കൊടുക്കാതിരിക്കുക. കറക്റ്റ് കാര്യങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ മാറിപ്പോകും. അതുപോലെ മാക്സിമം എല്ലാം തന്നെ ഷോർട്ടായിരിക്കാനും നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിന് ഒരു ഓർഡർ ഉണ്ടാകണമെന്നും ഒരു നല്ല ഓർഡറിൽ പോകണമെന്നും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിലും എഫേർട്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ പരിശ്രമങ്ങളിലും ഒക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ റൊമാൻറ്റിക് മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നാണല്ലോ. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ പരാജയപ്പെട്ടു എങ്കിൽ നമ്മളത് മൈൻഡിനെ പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അടുത്തതിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഉള്ളിൽ അത്രത്തോളം ഉറപ്പുണ്ടായിരിക്കണം നമുക്ക് എന്താണ് വേണ്ടതെന്ന്. അത്രയും തന്നെ കറക്റ്റായിരിക്കണം, ഷോർട്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം.